ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പറഞ്ഞ മറുപടിയിൽ ഇ.ഡി. പേടിയുണ്ട് എന്ന് പറയുന്നു ലീഗിലെ പല നേതാക്കൾക്കും. ഇപ്പോൾ ചന്ദ്രികയിലെ ഫണ്ട് വിവാദവുമായി ഏറ്റവും കൂടുതൽ ആരോപണം നേരിടുന്നയാൾ പി.കെ. കുഞ്ഞാലിക്കുട്ടിയാണ്. താങ്കൾ തന്നെ അതിശക്തമായി ഇടപെട്ട് പുറത്തു കൊണ്ടുവന്ന എ.ആർ. ബാങ്ക് വിവാദത്തിലും കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് പ്രധാനപ്പെട്ട ആളായിട്ട് നിൽക്കുന്നത്. നോക്കൂ, ശ്രീ കെ ടി ജലീൽ ഈ ഐസ്ക്രീം കേസ് ഉണ്ടാകുമ്പോൾ ലീഗ് രാഷ്ട്രീയ സമ്മർദ്ദത്തിലാകുന്നു. ഇ.ഡിയുടെ വരവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ സമ്മർദ്ദത്തിലാകുന്നു. ഇതെല്ലാം കുഞ്ഞാലിക്കുട്ടിയുമായി കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത്. ഇപ്പോൾ താങ്കൾ പറയുമ്പോഴും ആ ആരോപണത്തിൻ്റെ മുന പോയി കൊള്ളുന്നത് നിശ്ചയമായും കുഞ്ഞാലിക്കുട്ടിയിലേക്ക് തന്നെയാണ്. അപ്പം കുഞ്ഞാലിക്കുട്ടി ലീഗിനെ ഒരു വലിയ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്കെതിരെയൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ശക്തമാണല്ലോ. ഇപ്പോൾ കോഴിക്കോട് മുനീറാണെങ്കിലും കെ എം ഷാജി ആണെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കുകയാണ്, മറുഭാഗത്ത് കുഞ്ഞാലിക്കുട്ടി നിലയുറപ്പിച്ചിരിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടി ഒരു തുടർ പ്രതിസന്ധിയാണോ? മുസ്ലിം ലീഗിനെ ഒരു രാഷ്ട്രീയ സംഘടന എന്നുള്ള നിലയിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അല്ലാതെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നുള്ള രൂപത്തിലല്ല. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ചെയർമാൻ ഒരാളും മാനേജിംഗ് ഡയറക്ടർ മറ്റൊരാളും എന്ന രീതിയിലല്ല മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ആകേണ്ടത് എന്നുള്ള അഭിപ്രായം 2006 മുതൽ ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ലീഗിൽ നിന്ന് ഒരു വേള ഞാൻ പുറത്താക്കപ്പെടുന്നതിൻ്റെ കാരണവും അത്തരമൊരു സിസ്റ്റത്തിനെതിരായി ലീഗിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഞാൻ ശക്തമായിട്ട് പൊരുതി എന്നുള്ളതാണ്. ആ കാരണം ഇടക്കാലത്ത് വെച്ച് ഒരു ശമനം അതിനൊക്കെ സംഭവിച്ചിരുന്നു. എന്നാൽ വീണ്ടും മുസ്ലിം ലീഗ് അങ്ങനെ ഒരു പ്രൈവറ്റ് കമ്പനി രൂപത്തിലേക്ക് മാറുന്നു എന്ന ആക്ഷേപം ലീഗിലെ പലർക്കുമുണ്ട്. മുസ്ലിം ലീഗിലെ ഏത് നേതാവും അവർ മുസ്ലിം ലീഗ് പാർട്ടിയിൽ എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുമ്പോൾ ഞാനുമായി കോണ്ടാക്ട് ചെയ്യാറുണ്ട്, ഫോണിൽ സംസാരിക്കാറുണ്ട്. അവരൊക്കെ തന്നെ അവരുടെ വികാര വിചാരങ്ങൾ ഞാനുമായിട്ട് പങ്കുവെക്കാറുണ്ട്. അതിന്റെ കാരണം അത് ഏറ്റവും അധികം അനുഭവിച്ച വ്യക്തി ഞാനാണ് എന്നുള്ളത് കൊണ്ടാണ്. CPM എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? ഇപ്പോൾ പിണറായി വിജയനോട് ഒരു വിമർശനം ഉന്നയിക്കാൻ ആ പാർട്ടിയിൽ മറ്റാർക്കെങ്കിലും സാധിക്കുമോ? ഇപ്പോൾ ഈ കേന്ദ്ര ഏജൻസികളുമായി ബന്ധപ്പെട്ട് വേട്ടയാടപ്പെട്ട ഒരു വ്യക്തിയാണ് താങ്കൾ അത് പലതവണ പറഞ്ഞിട്ടുമുള്ളതാണ്. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണം, അതിന്മേൽ ഇപ്പോൾ അന്വേഷണം നടക്കാൻ പോകുന്നു. അതിന്മേലൊരു വ്യക്തത വരുത്തേണ്ടതല്ലേ? പിണറായി വിജയന്റെ മകൾ വ്യക്തത വരുത്തേണ്ടതല്ലേ? അത് പാർട്ടി വിശദീകരിക്കേണ്ട കാര്യമല്ലല്ലോ. പക്ഷെ പലപ്പോഴും പാർട്ടിയാണ് അതിൽ പ്രതികരണവുമായി രംഗത്ത് വന്നത്. എന്താണ് ഇക്കാര്യത്തിൽ താങ്കളുടെ ഒരു നിലപാട്? അതിനെ സംബന്ധിച്ചൊക്കെയുള്ള അന്വേഷണങ്ങൾ നടന്നു വരികയാണല്ലോ. മുൻകൂട്ടി പ്രതികരിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എത്ര അന്വേഷിച്ചു ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മുൻപ് ആരോപിക്കപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച്? ഇപ്പോൾ സ്വർണ്ണക്കടത്ത്, ആ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും മുഖ്യമന്ത്രിയുടെ ഭാര്യയെയും അതുപോലെ തന്നെ ഷാർജ സുൽത്താൻ്റെ ഭാര്യയെയും കുടുംബത്തെയും ഒക്കെ തന്നെ കണക്ട് ചെയ്ത് എന്തൊക്കെ കഥകൾ പുറത്തു വന്നു. അതിനെ സംബന്ധിച്ചൊക്കെയുള്ള നിരവധി അന്വേഷണങ്ങൾ നടന്നു. ഞാനുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ സ്വർണം കടത്തി എന്ന ആക്ഷേപമല്ലേ പലരും ഉന്നയിച്ചത്? എന്നിട്ട് അവസാനം എന്തായി അതിനൊക്കെ? യഥാസമയത്ത് അക്കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നു. ഞാൻ പറയുന്നത് ഇപ്പോൾ ആരോപണ വിധേയയായി നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളാണ്. അതിലൊരു വ്യക്തത വരുത്തേണ്ടതില്ലേ? അതിനൊരു ഉത്തരവാദിത്തമില്ലേ? അങ്ങനെ അവർ വ്യക്തത വരുത്തേണ്ട കാര്യമില്ല. ഓരോരുത്തരും ഓരോ സ്വഭാവക്കാരാണ്. എൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് എല്ലാവർക്കും അതുണ്ടായിക്കൊള്ളണം എന്നില്ല. അതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണല്ലോ. എന്തിനാ അവർ വ്യക്തത വരുത്തുന്നത്? വ്യക്തത വരുത്താൻ അന്വേഷണ ഏജൻസികളുണ്ടല്ലോ. ആ അന്വേഷണ ഏജൻസികൾ വ്യക്തത വരുത്തട്ടെ. അക്കാര്യത്തിലൊന്നും യാതൊരു തരത്തിലുള്ള ഒളിച്ചുവെക്കലിൻ്റെ കാര്യവും അവർക്കില്ല എന്ന് പല സന്ദർഭങ്ങളിലും അവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സന്ദർഭങ്ങളിലും ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വന്ന് പ്രതികരിക്കേണ്ട ആവശ്യമില്ല. ഇനി ആക്ഷനിലേക്ക് ബന്ധപ്പെട്ട ഏജൻസികൾ കടക്കട്ടെ, അവരന്വേഷിക്കട്ടെ, എന്നിട്ട് അവർ വസ്തുതയും വാസ്തവവും എന്താണ് എന്ന് കണ്ടെത്തട്ടെ.